നമ്മൾ കാക്കനാട് വീട് ചോദിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തും ഒക്കെ വർക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എറണാകുളത്തിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണല്ലോ കാക്കനാട്. അപ്പോൾ ഈ കാക്കനാട് ഒരുപാട് വീടുകൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് തെങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാക്കനാട് കൂടുതൽ വീടുകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കാക്കനാട് പാലച്ചുവട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ ഒരു വീട് റിവ്യൂ ചെയ്യാൻ നിൽക്കുന്നത്. സ്റ്റാർഡീലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലച്ചുവട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു 3 വീടുകൾ അടുത്തടുത്തുള്ള ഒരു 3 വീടുകളാണ്. ഇതിൽ 2 ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനിയിപ്പോൾ 3ാമത്തെ വീട് ഇതൊരു ഒരു ഗേറ്റഡ് ഒരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിനകത്തൊരു 3 വീടുകളെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ആ 3 വീട്ടിലോട്ട് കയറാനുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു വഴിയാണ്. ആ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ ഈ നടന്നു പോകുന്നത്. അവിടെ നല്ല രീതിയിൽ പാവിങ് ടൈൽസൊക്കെ യൂസ് ചെയ്ത് നല്ല ഡിസൈനിൽ മനോഹരമാക്കി വെച്ചേക്കുന്ന ഒരു വഴിയാണ്. വലിയ വാഹനങ്ങൾ വരെ കയറി പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഈ വീടാണ്. ഈ 3ാമത്തതും അവസാനത്തേതുമായ ഈ വീടാണ് ഇനി വിൽക്കാനുള്ളത്. ബാക്കി 2 സെയിലായി പോയതാണ്, സോൾഡ് ഔട്ട് ആയതാണ്. ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു GI പൈപ്പും അതേപോലെ GI ഷീറ്റുകളും കൊണ്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. 4 സെൻറ്റിലുള്ള ഒരു വലിയ വീടാട്ടോ. 4 സെൻറ്റിലാന്ന് പറഞ്ഞാലും പക്ഷേ 1650 സ്ക്വയർ ഫീറ്റ് മാത്രമേ വീടുള്ളൂ. 4 സെൻറ്റ് കൂടുതൽ ഉപയോഗിക്കും. ഇവിടെ കാർ പാർക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഈ വീടിൻ്റെ അട്രാക്റ്റീവ് തിങ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു കവേർഡ് കാർ പാർക്കിംഗ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു കവേർഡ് പാർക്കിങ്ങും, പിന്നെ ഇവിടെ 2 വണ്ടി അവിടെയും ഇവിടെ ഇടാം. മൊത്തത്തിൽ ഒരു 3 കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സ്പേസും. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു വണ്ടിയല്ല, ചിലപ്പോൾ 2 വണ്ടിയുള്ള ഒരാളാണെങ്കിൽ തന്നെ ആ ഒരു പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവിടെയും നമ്മൾ ഒരു വെറൈറ്റി ഉള്ള രീതിയിലുള്ള ഒരു പാവിങ് ടൈൽസ് യൂസ് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ ആ ഒരു വഴി, ആ ഒരു കോമൺ വഴി നടന്നു വന്നില്ലേ, ആ നടന്നു വന്ന വഴിയിലുള്ള കളർ തീം തന്നെ ഉപയോഗിച്ചേക്കുന്ന ഒരു പാവിങ് ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് 2 ഒന്നൊരു കോമൺ ആയിട്ടുള്ള കിണർ. ഞാൻ ആദ്യം നിന്ന് തുടങ്ങി വന്നിടത്തൊരു കോമൺ കിണറുണ്ട്, അത് എനിക്ക് അന്നേരം കാണിക്കാൻ പറ്റിയില്ല. അത് ഈ 3 വീടുകൾക്കൂടെ ഒരു കിണറും പിന്നെ മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷനുമാണ്. ഈ മുനിസിപ്പാലിറ്റിയുടെ ടാങ്കാണ് ഇവിടെ വരുന്നത്. ഇനി ഈ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞത് ഈ വഴിയിൽ ഇവിടെ ചെറിയ പോർഷൻ, ഇവിടെ ചുറ്റും അധികം സ്ഥലമില്ല. ആ ഒരു കോർണറിൽ ആ ഒരു എൻഡിലായിട്ടാണ് സെപ്റ്റിക് ടാങ്ക്. ആ പൈപ്പുകൾ പോയേക്കുന്നത് കണ്ടില്ലേ, അവിടെയാണ് സെപ്റ്റിക് ടാങ്ക് വരുന്നത്. ഇതിൻ്റെ ചുറ്റുപാടും ചെറിയ മെറ്റൽ പീസുകൾ കൊണ്ട് നിറച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. എന്തൊക്കെയാണ് ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടി എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ആദ്യം സിറ്റ് ഔട്ട് നോക്കാം. ഗ്രാനൈറ്റിലാണ് ഇവിടുത്തെ സിറ്റ് ഔട്ടിൻ്റെ തറ ചെയ്തിരിക്കുന്നത്. പടികളും ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു ചെറിയൊരു സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു കാർ പോർച്ചും ഈ ഒരു സിറ്റ് ഔട്ടിനൂടെ ചേർന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ളൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു സീലിംഗ് വർക്ക് നമുക്ക് അവിടെ കാണാം. ഇനി നമ്മൾ ഇവിടെ ഉള്ളൊരു തൂണിന് സിമെൻറ്റിൽ തന്നെ തീർത്തേക്കുന്ന ഒരു ഡിസൈനാണ്. അതിന് പെയിൻ്റ് അടിച്ച് വ്യത്യസ്തമായ കളറുകൾ നൽകിയിരിക്കുന്നു. അത് സിമെൻറ്റിൽ തന്നെയാണ് അതിനൊരു ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിലൂടെ വലിയൊരു ഫ്രഞ്ച് ജനാലകൾ കാണാം. ഒപ്പം തന്നെ നമ്മൾ ഷൂ റാക്ക്, ചെരുപ്പുകൾ വെക്കാനും മറ്റുള്ളൊരു സ്ഥലം, അത് മൾട്ടിവുഡ് കൊണ്ട് തീർത്തേക്കുന്നത് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നല്ല രസമുണ്ട് കാണാൻ. ഇനി കയറി പോകുന്ന വഴിക്ക് തന്നെ ഒരു റെഡ് കളർ ഒരു മാറ്റൊക്കെ ഇട്ടിരിക്കുന്നു. ഇതാണ് മെയിൻ വാതിൽ എന്ന് പറയുന്നത്. ആഞ്ജലിയിലാണ് ഈ വാതിൽ എല്ലാം തീർത്തേക്കുന്നത്. തടിയുടെ മണികൾ കൂടുതലും ഇങ്ങനെയുള്ള തടിയുടെ മണികളെല്ലാം ആഞ്ജലിയിലാണ് തീർത്തേക്കുന്നത്. അതിൽ നല്ല മനോഹരമായ ഒരു പിടിയൊക്കെ നൽകിയിരിക്കുന്നു. നല്ല വീതിയേറിയ കട്ടളകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കയറി നേരെ വരുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഈ ഏരിയയിൽ സീലിംഗ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കിപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് LED ലൈറ്റ്സ് ഉള്ളത് നമുക്ക് ഓണാക്കി കാണിക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ തടിയുടെ ഡിസൈൻ വരുന്ന ഒരു ഫാൻസി ഫാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ട് കാണാൻ. ഒപ്പം തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെയും ഈ ഭിത്തിയിലും 3 പാളികളുടെ ഒരു ജനാല കൊടുത്തിരിക്കുന്നു. സ്ക്വയർ ട്യൂബുകളാണ് ജനൽ പടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി TV വെക്കാൻ വേണ്ടിയിട്ട് TV വെക്കാൻ സജ്ജമാക്കിയിരിക്കുന്ന ഒരു ഏരിയ, അതിനൊരു ടേബിൾ നമുക്ക് കാണാം. ഇവിടെ എല്ലാം മൾട്ടിവുഡ് കൊണ്ട് തീർത്തേക്കുന്ന ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം.
ഈ ഒരു ഏരിയ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിവുഡാണ്. മൾട്ടിവുഡിനകത്ത് നമ്മുടെ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ് ഈ ഒരു ഡിസൈൻ. ഒരു ഡാർക്ക് ബ്ലൂ കളർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കളറാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്വിച്ച് ബോർഡുകളും മറ്റും നമുക്ക് കാണാം. മേളിലും ചെറിയൊരു സ്പേസ് ഉണ്ട്, താഴെയും സ്റ്റോറേജ് സ്പേസുകളൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയ നല്ല ഇത്തിരി ഇങ്ങോട്ട് മാറിയിട്ടാണ് അതിനൊരു ഇച്ചിരി പ്രൈവസി തന്നുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ആ സീലിംഗ് വർക്കും മറ്റേതിൻ്റെ പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ട്, അത് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഓപ്പൺ കിച്ചണിലേക്ക് വരുന്ന വഴി തന്നെ ആ ഒരു ചെറിയൊരു പാസേജ് പോലുണ്ട്. അവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. അതിന് ഇവിടെ ടൈലുകൾ എന്താ പറയുക, തടിയുടെ ടെക്സ്ചറുള്ള ടൈലുകൾ അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ തന്നെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ LED ലൈറ്റ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ തന്നെ ഒരു സോപ്പ് ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ബെഞ്ച് ടോപ്പ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ടോപ്പുകൾ അങ്ങനെ കൊടുത്തപ്പോൾ ഇവിടെ മൾട്ടിവുഡ് കൊണ്ട് തീർത്ത സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ഇനി നമ്മൾ ഓപ്പൺ കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു മൾട്ടിവുഡിൻ്റെ തന്നെ പീസുകളാണ് വെച്ച് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഇത് നോക്കിക്കേ, ഒരു ബെഞ്ച് മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ കിച്ചണെ ക്ലോസ്ഡ് കിച്ചൺ ആക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് കാണാം ഫുൾ വൈറ്റ് കളറിലാണ് ഗ്രാനൈറ്റ് ഇവിടെ ഒരു ബെഞ്ച് ടോപ്പിന് നൽകിയിരിക്കുന്നത്. നല്ല വിശാലമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം വൈറ്റ് കളർ കൊണ്ട് തന്നെ തീർത്ത മൾട്ടിവുഡ് കൊണ്ട് തീർത്ത സ്റ്റോറേജ് സ്പേസുകൾ എല്ലായിടത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള സെറ്റപ്പെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ 2 ജനാലകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകാശം നല്ല രീതിയിൽ ഉള്ളിലേക്ക് വരും. ഇനി ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയ അത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതിന് മേലിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു 3 ലീഫിൻ്റെ ഒരു കുഞ്ഞ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ കാണാനുള്ളത് ആ ഒരു 2 വശങ്ങളിലായിട്ടും, ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും 2 സ്വിച്ച് ബോർഡുകൾ നൽകിയിരിക്കുന്നു. ആ സ്വിച്ച് ബോർഡ് അങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ മിക്സിയും അതേപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കാൻ നമുക്ക് പറ്റും. സിങ്കിൻ്റെ അവിടെ ഒരു ഡ്രൈ കൊടുത്തിരിക്കുന്നു. ഡ്രൈ ഒക്കെ ഉള്ള ഒരു സിങ്കാണ്. 2 പൈപ്പുകൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെയാണ് അതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുക്കള വാതിൽ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷീറ്റിട്ട് മറിച്ച് ഇവിടെ ഒരു വർക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ ഇൻബിൽറ്റായിട്ട് വർക്ക് ഏരിയ ഇല്ല. ആ വർക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളാണ് പരിചയപ്പെടാനുള്ളത്. ഈ വീട്ടിൽ എന്തൊക്കെ ബെഡ്റൂമുകളുണ്ട്, എവിടൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളതിന് നമുക്ക് നോക്കാം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും ബാക്കി 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ട് സജ്ജമാക്കിയിരിക്കുന്നു. താഴത്തെ നിലയിലേക്കുള്ള ബെഡ്റൂം ഇതാണ്. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഓൺ ആക്കാത്തതുകൊണ്ട് തന്നെ ഏതൊക്കെ LED ലൈറ്റ്സ് കളേഴ്സ് ഏതൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ എങ്കിലും മിനിമലായിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു വൈറ്റ് കളറിലുള്ള ക്രോംപ്ടൻ്റെ ഫാനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 2 ഭിത്തികളിലും 3 പാളികൾ വീതമുള്ള ജനാലകൾ വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശവും വെളിച്ചവും ഉള്ളിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും തടിയുടെ ഡിസൈൻ, എപ്പോഴും ഒരു തടിയുടെ കാതലിൻ്റെ ഡിസൈൻ എപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൾട്ടിവുഡ് കൊണ്ട് തീർത്ത കബോർഡിന് ആ ഒരു നല്ല കാതലിനെ എടുത്തറിയിക്കുന്ന രീതിയിലുള്ള മൈക്ക ഷീറ്റുകളാണ് ഒട്ടിച്ചേക്കുന്ന നല്ലൊരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ വാർഡ്രോബാണ്. അവിടെ വലിയ ഷെൽഫും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല സൗകര്യം ഉള്ള ഒരു വാർഡ്രോബായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഇവിടെ വലിയൊരു ഡ്രസ്സിങ് മിറർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് മുകളിലും താഴെയുമൊക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. അതിന് സൈഡിലൂടെ തന്നെ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. ബാത്റൂമിൽ വെളിച്ചം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം വലിയ ബാത്റൂമാണ്. നല്ല സ്ഥല സൗകര്യം ഉള്ള ഒരു ബാത്റൂമാണ്. ക്ലോസറ്റ് ഏരിയ ഇങ്ങനെ ഏറ്റവും അറ്റത്ത് ക്ലോസറ്റ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ സെറയുടെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബാത്ത് ഏരിയ ഒരുക്കിയിരിക്കുന്നു. റെയിൻ ഷോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ ഒരു വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നു. അതും സെറയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും ഒരു മിററും മറ്റു കാര്യങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ താഴത്തെ ബെഡ്റൂം നമ്മൾ മുഴുവനായും കണ്ടിട്ടുണ്ട്. ഒരു ബെഡ്റൂം മാത്രമേ താഴെ നൽകിയിട്ടുള്ളൂ. ഈ പറഞ്ഞ അതിനുള്ള സ്പേസേ ഉള്ളൂ. 1650 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റെയർ കേസുകളാണ്. സ്റ്റെയർ കേസിൽ ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റെയർ കേസ് കയറുന്ന വഴികളിലെല്ലാം
ഫുഡ് സ്റ്റെപ്സ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാ സ്റ്റെയർകേസിൻ്റെ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ മെയിൻ തൂണ് ഒരു റെഡിമെയ്ഡ് തടിയും സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ട് വരുന്ന ഒരു റെഡിമെയ്ഡ് തൂണ് വെച്ചിട്ടാണ് കൈവരി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൈവരി കയറി പോകുന്ന വഴികളിലെല്ലാം ഇവിടെ എല്ലാം ഫുഡ് സ്റ്റെപ്സ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു താഴെ ഒരു വൈറ്റ് കളർ ആയിരുന്നു താഴത്തെ ടൈലുകളുടെ നിറമെങ്കിൽ ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളറാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ കളർ. ഒപ്പം തന്നെ സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ ഒരു ഇവിടുത്തെ ഒരു കുറച്ച് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഇട്ട് മറച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നമ്മൾ മറക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് വരും. ഇതിനിടയ്ക്കെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒന്നാമത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ ഒരു ലോബി ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാണ് സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് കളർ കോമ്പിനേഷൻ വൈറ്റും ഒരു ഡാർക്ക് ബ്രൗണും ചേർത്തിട്ടാണ് ഇവിടെ സീലിംഗ് വർക്കിനെ കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല. അതെ, ഇവിടെ കബോർഡ്സ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്കിതിൽ ഉപയോഗിക്കാം. അവിടെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്കിതാ ഈ ഒരു ലോബി ഏരിയയിൽ നിന്നാണ് ഇവിടുത്തെ ബാക്കി രണ്ട് ബെഡ്റൂമുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം അതിവിടെയാണ്. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. ഇവിടെയും സീലിംഗ് വർക്ക്. ഇവിടെ പക്ഷേ ലൈറ്റ് കളേഴ്സാണ് മുകളിൽ സീലിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഒരു ഫാൻ, ഫ്രോണ്ടൻ്റെ ഒരു ഫാൻ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ താഴത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ട പോലെ തന്നെ വലിയ 2 ജനാലകൾ 2 ഭിത്തികളുമായി 3 പാളികളുടെ നൽകിയിരിക്കുന്നു. ഇനി താഴെ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ കണ്ട അതേപോലെ തന്നെ വലിയ ഒരു കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും വലിയ 3 ഡോറിൻ്റെയാണ് ഇവിടുത്തെയും വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോർഷനിൽ നമ്മൾ കണ്ടപ്പോൾ മിററിന് ചുറ്റും ഇവിടെ ഒരു സേഫായിട്ട് ഇവിടെ നിന്ന് ഒരു അഡീഷണൽ ഒരു പോർഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പോർഷൻ ഇവിടെ എടുത്ത് മാറ്റിയിട്ട് ഒരു മിററിനെ മാത്രമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ബെഡ്റൂമിൽ നിന്ന് ഇത്തിരി പൊങ്ങിയിട്ടാണ് ഒരു പടി കയറിയിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിലേക്ക് കയറുന്നത്. മറ്റേടത്തൊരു അതേ പ്രൊഫൈൽ തന്നെയാണെങ്കിൽ ഇവിടെ ഒരു പടി മുകളിലോട്ട് കയറിയിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിലേക്ക് കയറുന്നത്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല ബാത്റൂമിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്രീം കളറും അതേപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ കളറും ഒക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ബാത്റൂമിനെ ഒരുക്കിയിരിക്കുന്നത്. താഴത്തെ ബാത്റൂം നമ്മൾ കണ്ട പോലെ തന്നെ നല്ല വിശാലമായ സ്ഥല സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബാത്റൂമാണ്. ക്ലോസറ്റ് ഏരിയ അങ്ങേറ്റവും മാറ്റി ഒതുക്കി വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എക്സോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ അവിടെ വിൻഡോയും നൽകിയിരിക്കുന്നു. ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. ലൈൻ ഷോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സെറയുടെയാണ് എക്യുപ്മെൻറ്റ്സ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജാഗ്വറിനെയാണ് മറ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫൈബറിൻ്റെ ഡോർ എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ഫൈബറിൻ്റെ ഡോറാണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. നോർമലി പലയിടത്തും നമ്മൾ അത്രയ്ക്കും ക്വാളിറ്റി ഇല്ലാത്ത ഡോറുകളാണ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വീട്ടിലെ മൂന്നാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകൾ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ആ ഒരു ലിവിങ് ഏരിയയിൽ കണ്ട പോലുള്ള ഒരു ചെറിയ സീലിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് കളറിൻ്റെ ഒരു സീലിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഒറ്റ സീലിംഗ്, ഒരു വലിയൊരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഒറ്റ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അവിടേക്ക് 3 ഡോറിൻ്റെ ആയിരുന്നു വാർഡ്രോബെങ്കിൽ ഇവിടെ 2 ഡോറിൻ്റെ ആക്കി ചുരുക്കിയിരിക്കുന്നു. ആ 2 ഒപ്പം തന്നെ ഇവിടെ മിറർ കൊടുത്തിരിക്കുന്നു. മിറർ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഒരു പാർട്ടീഷൻ ഏരിയ കൊടുത്തിരിക്കുന്നു. അവിടെ വലിയ മിററാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയും സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഒപ്പം തന്നെ 2 ഭിത്തികളിലും ജനാല, ഒരിടത്ത് 2 പാളികളുടെയും ഒരിടത്ത് 3 പാളികളുടെയും ജനാല കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടുത്തെ ബാത്റൂമാണ്. അതും ബെഡ്റൂമിൽ നിന്ന് അല്പം ഉയർന്നിട്ടുള്ള ആണ് ബാത്റൂമിനെ കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമും നല്ല സ്ഥല സൗകര്യമുള്ള ബാത്റൂമാണ്. നോക്കിക്കേ, നമ്മൾ ഈ മുകളിലത്തെ 2 ബാത്റൂമും ഏകദേശം ഒരേ കളർ തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ ക്ലോസറ്റുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് ബാത്ത് ഏരിയക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വാഷ് ബേസിൻ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ഏരിയ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രിമ്മറോ മറ്റോ ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സ്വിച്ച് ബോർഡും അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമും ബെഡ്റൂമും കണ്ടു. നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ 3 ബെഡ്റൂമും അത്യാവശ്യം വിശാലമായ സ്ഥല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിന് മാത്രം ആണ് ഇവിടെ ബാൽക്കണി ഉള്ളത്. ഒരു ബെഡ്റൂമിനൊരു ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരുപാട് സ്ഥലമൊന്നും അവകാശപ്പെടാനില്ല, പക്ഷേ എങ്കിലും അത്യാവശ്യത്തിന് മാത്രം സ്ഥലമുള്ള ഒരു ബാൽക്കണിയാണിത്. ആ ബാൽക്കണിക്ക് കൈവരിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഗ്ലാസും കൊടുത്തിരിക്കുന്നു. നോർമൽ കൈവരികൾക്ക്
എന്താ പറയുക, ഇച്ചിരി താഴ്ന്നയാണെങ്കിൽ ഇത് ഇച്ചിരി പൊങ്ങിയാണ്. എന്നെ ഇപ്പോൾ ഒരാളുടെ വയറിന് മുകളിലായിട്ട് നെഞ്ചോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കൈവരി വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൈവരി. സാധാരണ ഇച്ചിരി താഴ്ത്തിയാണ് കൈവരി എപ്പോഴും സെറ്റ് ചെയ്യാറ്, പക്ഷേ ഇത് ഇച്ചിരി ഉയർത്തി കെട്ടിയിരിക്കുന്നു. അതെന്തായാലും ഒരു സേഫ്റ്റി, നല്ലൊരു സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോബി ഏരിയയിൽ നിന്നും ഒരു ബാൽക്കണി ഉണ്ട്, ഒരു കോമൺ ബാൽക്കണി ഉണ്ട്. ആ ഒരു കോമൺ ബാൽക്കണി, ഇതൊരു ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കോമൺ ബാൽക്കണി വരുന്നത് ഇവിടെ ആയിട്ടാണ്. അതൊരു ചെറിയ ഒരു ബാൽക്കണി ഏരിയ ആണ്, നോക്കിക്കേ, കണ്ടോ. അപ്പോൾ ചെറിയൊരു ഏരിയ. ഇവിടെയും അവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു കൈവരികൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ താഴത്ത് കണ്ട തൂണുകൾ അതേപോലെ തന്നെയാണ് ഇവിടെയും തൂണുകൾക്ക് സിമെൻറ്റിൽ തീർത്ത ആ ഒരു ഡിസൈനാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു എന്നെനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇവിടെ തുണി കഴുകാൻ ഞാൻ കണ്ട ഒരു ഏരിയ, മീൻസ് അങ്ങനെ ഒരു യൂട്ടിലിറ്റി ഏരിയ അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നി. അത് വേണമെങ്കിൽ ഇപ്പോൾ കണ്ട ഇത്രയും വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഷീറ്റ് ഇട്ട് മറച്ചിട്ട് അവിടെ നമുക്കതൊരു ഏരിയ, യൂട്ടിലിറ്റി ഏരിയ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ നമുക്ക് അവിടെ ഉണ്ട്, പക്ഷേ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഞാൻ ബാക്കി ഈ ഒരു സീലിംഗ് വർക്കിന് ഡാർക്ക് കളർ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു 4 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ ഉൾക്കൊള്ളിക്കാവുന്ന എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഞാൻ നേരത്തെ നമുക്കൊരു 3 കാർ വരെ പാർക്ക് ചെയ്യാമെന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. എറണാകുളത്ത് പാർക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം. കാരണം അത്രയും വലിയ പാർക്കിങ്ങിനുള്ള സ്പേസുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യമായ കാര്യം. ഇനി ഈ വീടിൻ്റെ പ്രൈസ് അവർ ചോദിക്കുന്നത് 90 lakhs ആണ്. 90 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇത് കാക്കനാട് ടൗൺ, അതായത് കാക്കനാട് കളക്ടറേറ്റിന് തൊട്ടടുത്താണ്. അവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ സെസ്സിലേക്ക് ഇവിടുന്ന് പോകാൻ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ വെണ്ണല ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് പോകാനും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് ചുരുക്കം പറഞ്ഞാൽ ടൗണിനൊരു നടുക്കായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അതായത് കാക്കനാട് എന്ന് പറയുമ്പോൾ നമ്മൾ കാക്കനാട് നേരത്തെയൊക്കെ പറഞ്ഞത് കാക്കനാട് ഇച്ചിരി ഉള്ളിലോട്ട് മാറിയ ഏരിയകളായിരുന്നു. അതായത് അങ്ങ് ഇൻഫോ പാർക്കിൻ്റെ അങ്ങേ അറ്റമായിരുന്നു. പക്ഷേ ഇത് എന്ന് പറയുന്നത് ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വസ്തുവിനൊക്കെ നല്ല വിലയുള്ളൊരു ഭാഗം തന്നെയാണ്. അവിടെ ഒരു 4 സെൻറ്റ് വസ്തു മേടിച്ച് ഇത്രയും വലിയ 1650 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വില. തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലർക്കും സംശയം തോന്നുന്നു 90 ലക്ഷം രൂപയൊക്കെ വീടുകൾക്കുണ്ടോ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഏരിയയിൽ, അതായത് എറണാകുളത്ത് ഇങ്ങനെ ഏരിയകൾ വന്ന് വീട് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് നിങ്ങൾ എനിവേ ഞാനിതിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പർ എടുത്ത് ആളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാം. നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന പറഞ്ഞാൽ നല്ല ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്തും ഡിസ്കൗണ്ട് ചെയ്യിച്ചൊക്കെ നിങ്ങൾ പ്രൈസ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റിനോട് അടുത്താക്കി വാങ്ങിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. ഇനി സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാനുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അത് അമർത്തിയെങ്കിൽ മാത്രമേ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഫോളോ ചെയ്യുക. ഇനി എടുത്തും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എവിടെയാണെങ്കിലും നമ്മളെ പോസ്റ്റുകൾ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും ഞങ്ങൾ മാനിക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ചാനൽ കൊണ്ടുവരാനുള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കും മേ ബി ഇത് ഉപകാരപ്പെടുക. അപ്പോൾ നിങ്ങൾ അവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.